ഒരു രാത്രി മദീന നഗരത്തിലെ എല്ലാവരും ഉറക്കത്തിലായിരുന്നു. എന്നാൽ മുസ്ലിങ്ങളുടെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളുടെ അവസ്ഥ അറിയാൻ വേണ്ടി നഗരത്തിലൂടെ നടക്കുകയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അധികാരത്തിന്റെ കൊട്ടാരങ്ങളിൽ ഇരുന്ന് ഭരിച്ച ആളായിരുന്നില്ല. ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ആരെങ്കിലും വിശന്നിരിക്കുകയാണോ എന്ന് നേരിട്ട് അന്വേഷിക്കാറുണ്ടായിരുന്നു. അങ്ങനെ നടക്കുമ്പോൾ നഗരത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് കുട്ടികളുടെ കരച്ചിൽ അദ്ദേഹം കേട്ടു. ഉമർ റളിയല്ലാഹു അൻഹു ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു. അവിടെ ഒരു ചെറിയ കൂടാരം, അതിന്റെ മുന്നിൽ ഒരു സ്ത്രീയും കുറച്ച് കുട്ടികളും ഉണ്ടായിരുന്നു. അവർ വിശന്ന് കരയുകയാണ്. സ്ത്രീയുടെ മുന്നിൽ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ എന്തോ തിളച്ചു കൊണ്ടിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, ഈ കുട്ടികൾ എന്തിനാണ് കരയുന്നത്? സ്ത്രീ മറുപടി പറഞ്ഞു, അവർക്ക് വിശക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, അപ്പോൾ ആ പാത്രത്തിൽ എന്താണുള്ളത്? ഇത് കേട്ടപ്പോൾ സ്ത്രീയുടെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു. അവൾ പറഞ്ഞു, അതിൽ വെള്ളം മാത്രമാണുള്ളത്. വീട്ടിൽ ഭക്ഷണം ഒന്നുമില്ല. ഭക്ഷണം പാകം ചെയ്യുകയാണെന്ന് കരുതി കുട്ടികൾ കാത്തിരിക്കും. പിന്നീട് ക്ഷീണിച്ച് അവർ ഉറങ്ങിപ്പോകും. ഒരു ഉമ്മയുടെ നിസ്സഹായതയുടെ വാക്കുകളായിരുന്നു അത്. പക്ഷേ അവിടെ അവസാനിച്ചില്ല. അവർക്കറിയില്ലായിരുന്നു തന്റെ വീട്ടിൽ വന്നത് ആരാണെന്നും താൻ സംസാരിക്കുന്നത് ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹുവോടാണെന്നും. അവർ വേദനയോടെ പറഞ്ഞു, ഞങ്ങളുടെ അവസ്ഥ അള്ളാഹുവിനറിയാം. ഖലീഫയായ ഉമറിനും എനിക്കും ഇടയിൽ അള്ളാഹു വിധി പറയും. ഈ വാക്കുകൾ കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുയുടെ ഹൃദയം വിങ്ങി. അദ്ദേഹം അവളെ കുറ്റപ്പെടുത്തിയില്ല, കോപപ്പെട്ടില്ല. കാരണം ആ സ്ത്രീയുടെ വേദന യാഥാർത്ഥ്യമായിരുന്നു. ഉടൻ തന്നെ അദ്ദേഹം മദീനയിലെ ബൈത്തുൽ മാലിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി ഒരു വലിയ മാവിന്റെ ചാക്കും ഈത്തപ്പഴവും എണ്ണയും മറ്റു ഭക്ഷണ സാധനങ്ങളും എടുത്തു. അത് കണ്ട സഹായി പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഈ ചാക്ക് ഞാൻ ചുമക്കാം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ എന്നും ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു മറുപടി പറഞ്ഞു, അന്ത്യനാളിൽ എന്റെ പാപഭാരം നീ ചുമക്കുമോ? സഹായി നിശബ്ദനായി. ഉമർ റളിയല്ലാഹു അൻഹു ആ ഭാരമേറിയ ചാക്ക് സ്വന്തം ചുമലിൽ എടുത്തു. ചാക്കിന്റെ ഭാരം അദ്ദേഹത്തിന്റെ പുറത്ത് അടയാളം പതിപ്പിച്ചുവെന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നു. എന്നാൽ അദ്ദേഹം നിർത്തിയില്ല. അങ്ങനെ വീണ്ടും ആ കുടുംബത്തിന്റെ അടുത്തെത്തി. ശേഷം അദ്ദേഹം സ്വന്തം കൈകൊണ്ട് അടുപ്പ് കത്തിച്ചു. മാവ് കുഴക്കുകയും ഭക്ഷണം തയ്യാറാക്കുകയും ചെയ്തു. പാത്രത്തിൽ നിന്ന് പുക ഉയരുമ്പോൾ അദ്ദേഹം അതിന് സമീപം ഇരുന്നു. കുട്ടികൾ ആകാംക്ഷയോടെ നോക്കി നിന്നു. കുറച്ചു സമയത്തിന് ശേഷം ഭക്ഷണം തയ്യാറായി. ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം കൈകൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പി. വിശന്ന് കരഞ്ഞിരുന്ന ആ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവരുടെ കണ്ണുകളിൽ സന്തോഷം തെളിഞ്ഞു, മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. അവർ ചിരിക്കുകയും കളിക്കുകയും തുടങ്ങി. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു ഉടൻ മടങ്ങിയില്ല. കുട്ടികൾ പൂർണ്ണമായി സന്തോഷിക്കുന്നതുവരെ അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു. കുട്ടികളുടെ ചിരി കണ്ടപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ മനസ്സ് സമാധാനം ലഭിച്ചത്. ശേഷം അദ്ദേഹം മടങ്ങുമ്പോൾ സഹായി ചോദിച്ചു, ഇത്ര നേരം എന്തിനാണ് ഇവിടെ നിന്നത്? ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ഞാൻ എത്തിയപ്പോൾ അവർ കരയുകയായിരുന്നു. അതിനാൽ അവർ ചിരിക്കുന്നതും ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചു. ഒരു ഭരണാധികാരിയുടെ മഹത്വം അധികാരത്തിലല്ല, ജനങ്ങളുടെ വേദന മനസ്സിലാക്കുന്നതിലാണെന്ന് തെളിയിച്ച ജീവിതമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുയുടേത്. വിശന്ന് കരയുന്ന ഒരു കുട്ടിയുടെ കണ്ണീർ പോലും അദ്ദേഹത്തെ ഉറങ്ങാൻ അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഉമർ റളിയല്ലാഹു അൻഹുയുടെ പേര് നീതിയുടെയും കരുണയുടെയും ഉത്തരവാദിത്തത്തിന്റെയും പ്രതീകമായി ഇന്നും ഓർമ്മിക്കപ്പെടുന്നത്.